കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല രുചിയുള്ള ഒരു ബനാന ഷേക്കാണ്. അതിന് വേണ്ടി 2 ചെറിയ ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് വട്ടത്തിൽ. 1 കപ്പ് നല്ല തണുത്ത ഫ്രീസ് ചെയ്ത പാൽ, 8 ബദാം, 5 ഈത്തപ്പഴം. പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ഇടണോണ്ട് വളരെ കുറച്ചിട്ടാൽ മതി, നല്ല മധുരം കാണും. ഇത് നല്ല രുചിയുള്ള ഒരു ഷെയ്ക്കാണ്. ഇനി ഇതെങ്ങനെയാണ് ഷെയ്ക്ക് അടിക്കുന്നതെന്ന് നോക്കാം. ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും സ്വന്തക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കണേ. ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. ഇതെല്ലാം എടുത്ത് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. അതിൽ പകുതി പാല് ഒഴിച്ചു കൊടുക്കാം, ബാക്കി പകുതി പിന്നെ ഇടാം. അണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇനി ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരും. പഴവും ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും എല്ലാം മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കി പാലും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം. എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ബൂസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. നല്ല അടിപൊളി വളരെ ടേസ്റ്റുള്ള ഒരു ബനാന ഷെയ്ക്കാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണിത്. ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതാണ്. ഈത്തപ്പഴവും ബദാമും ഒക്കെ ചേർന്നിരിക്കണോണ്ട്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.